മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ അവസാന നിമിഷത്തിൽ പോലും നീ ഇത്ര ക്രൂരത കാണിച്ചല്ലോ, സ്വന്തം അമ്മയോട് പോലും എന്ന് മുതുകത്തടിച്ച് ഒരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ വിറച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ ഇടറിയ ശബ്ദത്തോടെ ചന്ദ്രൻ ഇപ്രകാരം പറഞ്ഞു: ഈ തള്ളയാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. 80കളിൽ ഉത്തര കേരളത്തെ വിറപ്പിച്ച കുപ്രസിദ്ധനായ ഒരു മരണദൂതൻ്റെ കഥ കാണാം. ഒരു നാൾ ഒരിടത്തൊരിടത്ത്. ഡിസംബർ 18 ഇന്നത്തെ കാസർഗോഡ് ജില്ലയിലെ നീലേശത്തിനടുത്ത് കരിന്തളം എന്ന സ്ഥലത്താണ് ഈ പറയുന്ന ആളുടെ ജനനം. മാതാവ് പാറ്റ, പിതാവ് കുഞ്ഞമ്പു. അവന് 10 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരിക്കുന്നു. 14-ാം വയസ്സിൽ കർണാടകയിലേക്ക് നാട് വിട്ട അവൻ തിരികെ നാട്ടിലെത്തുന്നത് ആ നാട്ടുകാരുടെ ഉറക്കം കെടുത്താൻ കെൽപ്പുള്ള ഒരു സൈക്കോ ആണെന്ന് ആളുകൾ വൈകാതെ തിരിച്ചറിഞ്ഞു. ഇരുട്ടിന്റെ മറവിൽ ആയുധവും കയ്യിലേന്തി വരുന്ന ഒരു മരണദൂതനെ ഭയന്ന് കാസർഗോഡിലെയും കണ്ണൂരിലെയും തെക്കൻ കർണാടകത്തിലെയും ജനങ്ങൾക്ക് ഉറക്കം നഷ്ടമായി. അയാൾ ഒരു ജാലവിദ്യക്കാരനാണെന്നും പലയിടങ്ങളിലും ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടുമെന്നുമെല്ലാം കഥയിറങ്ങി. ഈ കഥകളിലെ നായകനല്ല വില്ലൻ, വെറും വില്ലനല്ല, ഒരു ക്രൂരനായ വില്ലൻ. കേരളം കണ്ടിട്ടുള്ളതിലും അറിഞ്ഞതിലും വെച്ച് ഏറ്റവും വലിയ ക്രിമിനൽ എന്നറിയപ്പെടുന്ന റിപ്പർ ചന്ദ്രൻ. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ കൂടാതെ കർണാടക അതിർത്തികളിൽ പോലും 1980കളിലെ രാത്രികളിലും പകലുകളിലും റിപ്പർ എന്ന് പേര് ഭയപ്പെട്ട് കഴിഞ്ഞിരുന്നു. തെളിയിക്കപ്പെട്ട 14 കൊലപാതകങ്ങളാണ് റിപ്പർ ചന്ദ്രൻ ചെയ്തു കൂട്ടിയത്. മലബാറിന്റെ ഇരുട്ടും ഭയവുമായിരുന്നു ഒരു കാലത്ത് മുതുകുറ്റി ചന്ദ്രൻ എന്ന റിപ്പർ ചന്ദ്രൻ. അനേകം കൊലപാതകങ്ങളിൽ മുഖ്യ പ്രതിയായ ചന്ദ്രനെ അവസാനം പോലീസ് പിടികൂടി. കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു. തൂക്കിക്കൊല്ലുന്ന നിമിഷത്തിൽ അവസാന ആഗ്രഹം എന്ത് എന്ന ചോദ്യത്തിന് അയാൾ പറഞ്ഞ ഉത്തരം ഇതായിരുന്നു: എനിക്കെൻ്റെ അമ്മയെ കാണണം. ആ ആഗ്രഹം കോടതി സാധിച്ചു കൊടുത്തു. കരഞ്ഞുകൊണ്ട് അടുത്തു വന്ന അമ്മയെ ചന്ദ്രൻ വാരി പുണർന്നു. ആ പിടുത്തം മുറുകി. അല്പനിമിഷത്തിനകം അമ്മയുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് എല്ലാവരും കേട്ടത്. പോലീസുകാർ ഓടി വന്ന് ചന്ദ്രൻ്റെ പിടുത്തത്തിൽ നിന്ന് അമ്മയെ രക്ഷപ്പെടുത്തി. അമ്മയുടെ ചെവിയിൽ നിന്നും രക്തം വാർന്നൊഴുകുന്നുണ്ടായിരുന്നു. മരണം മുന്നിൽ വന്ന് നിൽക്കുന്ന ഈ അവസാന നിമിഷത്തിൽ പോലും നീ ഇത്ര ക്രൂരത കാണിച്ചല്ലോ, സ്വന്തം അമ്മയോട് പോലും എന്ന് മുതുകത്തടിച്ച് ഒരു പോലീസുകാരൻ ചോദിച്ചപ്പോൾ വിറച്ചുകൊണ്ട് കലങ്ങിയ കണ്ണുകളോടെ ഇടറിയ ശബ്ദത്തോടെ ചന്ദ്രൻ പറഞ്ഞു: ഈ തള്ളയാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം. ചെറുപ്പത്തിൽ ഞാൻ ചെയ്ത ചെറിയ ചെറിയ കള്ളത്തരങ്ങൾ എന്നിൽ നിന്ന് വിലക്കാതെ എനിക്ക് പ്രോത്സാഹനം നൽകുകയാണ് ഇവർ ചെയ്തത്. കൂട്ടുകാരുടെ പേനയും പുസ്തകവും ഒക്കെ മോഷ്ടിച്ച് വീട്ടിലെത്തുമ്പോൾ എന്നെ തിരുത്താതെ വീണ്ടും അത്തരം തെറ്റുകൾക്ക് പ്രോത്സാഹനം നൽകിയത് ഇവരാണ്. അത് പിന്നീട് വലിയ കളവുകളിലേക്കും കള്ളത്തരങ്ങളിലേക്കും ഈ അവസ്ഥയിലേക്കും എന്നെ എത്തിച്ചു. ഇതായിരുന്നു റിപ്പർ ചന്ദ്രൻ. സ്വന്തം കുടുംബത്തെ പോലും സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റിയ ശേഷമാണ് പോലീസുകാർ റിപ്പർ ചന്ദ്രനെ തേടി ഇറങ്ങിയത്. തല ചിന്നിച്ചിതറുമ്പോഴുള്ള നിലവിളി അതാണ് തന്നെ മതോന്മതനാക്കുന്നതായിരുന്നു ചന്ദ്രൻ പോലീസുകാരോട് പറഞ്ഞത്. ലണ്ടനിൽ നിരവധി പേരെ തലക്കടിച്ച് കൊലപ്പെടുത്തിയ ജാക്ക് ദ റിപ്പർ എന്ന അജ്ഞാത കൊലയാളിയുടെ രീതിയോട് സാമ്യമുള്ളതിനാലാണ് ചന്ദ്രന് റിപ്പർ എന്ന അപരനാമം കിട്ടിയത്. ചന്ദ്രൻ തളിപ്പറമ്പിലെ ഒരു സ്ത്രീയെ നിഷ്ഠൂരമായി വധിച്ചത് നേരിൽ കണ്ട സ്ത്രീയുടെ പിഞ്ചു ബാലൻ പോലീസിന് നൽകിയ വിവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ചന്ദ്രൻ പിടിക്കപ്പെടുന്നത്. കർണാടകയിലെ ഷിമോഗയിൽ ഇടത്താവളം ഒരുക്കിയിരുന്ന റിപ്പർ ചന്ദ്രനെ പിടികൂടാൻ കേരള, കർണാടക സർക്കാരുകളും പോലീസും ഒരുപോലെ ശ്രമിച്ചിരുന്നു. ചന്ദ്രൻ എന്ന മുതുകുറ്റി ചന്ദ്രനാണ് ഈ റിപ്പർ മോഡൽ ആക്രമണത്തിന് പിന്നിലെന്ന് തിരിച്ചറിയപ്പെട്ട പോലീസ് അന്വേഷണം ഊർജിതമാക്കിയപ്പോഴും റിപ്പർ തൻ്റെ കൃത്യവുമായി ഈ പ്രദേശങ്ങളിൽ തന്നെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് 2 കൊലപാതകങ്ങൾ കൂടി നടത്തുന്നത്. ഒടുവിൽ റിപ്പറെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിചാരണയ്ക്കൊടുവിൽ വധശിക്ഷ നടപ്പാക്കുകയും ചെയ്തു. ജയിലിൽ മനോനില തകർന്നവനെ പോലെ പെരുമാറിയ റിപ്പർ ചന്ദ്രൻ എന്ന കരിന്തളം ചന്ദ്രനെ 1991 കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ച് തൂക്കിക്കൊന്നു. അയാളുടെ പ്രവൃത്തികളും രീതികളും അവിടെ കൊണ്ട് തീരുന്നില്ല. നമ്മുടെ കൊച്ചു കേരളത്തിൽ വീണ്ടും തുടർ കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ ഇപ്പോഴും അത് തുടരുന്നു. ഈ അടുത്തായി സെബാസ്റ്റ്യൻ എന്ന സൈക്കോയിൽ വരെ അത് എത്തി നിൽക്കുന്നു.